നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്ററായ മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്തിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒബ്സർവ് ദ മാപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് ഫൈൻഡ് ഔട്ട് ബിറ്റ്വീൻ വിച്ച് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ്. ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യ ഏത് ലാറ്റിറ്റ്യൂഡ് ലോങ്ജിറ്റ്യൂഡിൻ്റെ ഇടയ്ക്കാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. എത്താണ്? 8 ഡിഗ്രി 4 മിനിറ്റ് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇനി ലോങ്ജിറ്റ്യൂഡ് ആണെങ്കിൽ 68 ഡിഗ്രി 7 മിനിറ്റ് ആൻഡ് 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ എസൈഡ് ഈസ് എ സ്കെച്ച് ദാറ്റ് ഡെപിക്ട്സ് ദ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ യൂസിങ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് സയൻസ്. ഇവിടെ തന്നിട്ടുള്ള ഒരു സ്കെച്ചാണ്. അതിൻ്റെ അകത്ത് നമ്മൾ മാപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കളേഴ്സും സയൻസും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എക്സാമിൻ ദ സ്കെച്ച്, ഐഡൻറ്റിഫൈ ദ കളേഴ്സ് ആൻഡ് സയൻസ് ദാറ്റ് റെപ്രസെൻറ്റ് ഈച്ച് ജിയോഗ്രഫിക്കൽ ഏരിയ ആൻഡ് മാർക്ക് ദം ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. ഇതിൻ്റെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള സൈൻ ഏതൊക്കെയാണ്, ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണ്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതിനൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ആ ടേബിളിൽ നമ്മൾ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ മാർക്ക് ചെയ്തിട്ടുള്ള ടേബിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ 2 ലൈൻ, റെഡ് ലൈൻ ഇങ്ങനെ കൊടുത്തിരുന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് ടാറിട്ട റോഡ്. ഇനി അടുത്തതാണെങ്കിൽ അടുത്തൊരു സിമ്പിൾ, അതെന്തിനാണ്? റെയിൽവേ ലൈനിൻ്റെ സിമ്പിളാണ്. അടുത്ത റിവറിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ദെൻ ബ്രിഡ്ജിൻ്റെ സിമ്പിൾ, ഫോർട്ടിൻ്റെ സിമ്പിൾ, ട്യൂബ് വെൽ കുഴൽക്കിണർ അതിൻ്റെ സിമ്പിൾ, പിന്നെ സെമിത്തേരിയുടെ സിമ്പിൾ, പോണ്ടിൻ്റെ സിമ്പിൾ. ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ഇതായി കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്? എന്താണ് റിമോട്ട് സെൻസിങ്? കളക്ടിങ് ഇൻഫർമേഷൻ ഓൺ ആൻ ഒബ്ജെക്ട്, റീജിയൻ ഓർ എ ഫിനോമിനൻ ഫ്രം എ ഡിസ്റ്റൻസ് വിത്തൗട്ട് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിവൈസസ് ഈസ് കോൾഡ് റിമോട്ട് സെൻസിങ്. അതായത് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഏതിൻ്റെ? ഒരു ഒബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു റീജിയൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫിനോമിനൻ്റെയോ ഒക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഈ പറയുന്ന സാധനങ്ങളൊന്നും നമ്മൾ അടുത്തുള്ളതല്ല. ഫ്രം എ ഡിസ്റ്റൻസ്, ഒരുപാട് ദൂരെയുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ പറയുന്ന സാധനത്തിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. വിത്തൗട്ട് ഡയറക്റ്റ് കോൺടാക്ട്. പക്ഷേ ഇതുമായിട്ട് നമുക്ക് എന്തില്ല? ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ തൊടാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഒരു ഡയറക്റ്റ് കോൺടാക്റ്റും ഇല്ലാതെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിവൈസസ്, ഒരു ഡിവൈസസിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ഈസ് കളക്ടിങ് ഇൻഫർമേഷൻ ബൈ ടേക്കിംഗ് പിക്ചേഴ്സ് വിത്ത് എ ക്യാമറ ദ ഓൺലി മെത്തേഡ് ഫോർ റിമോട്ട് സെൻസിങ്? നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ക്യാമറ ഉപയോഗിച്ച് ഒരു പിക്ചർ എടുത്തുകൊണ്ടാണെങ്കിൽ ആ ഒരു മെത്തേഡ് മാത്രമേ റിമോട്ട് സെൻസിങ്ങിനുള്ളൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ? അല്ല. ഡീറ്റെയിൽസ് ഓഫ് എ ജിയോഗ്രഫിക്കൽ ഏരിയ ക്യാൻ ബി കളക്റ്റഡ് ബൈ ഫിക്സിംഗ് ക്യാമറാസ് ഓർ സ്കാനേഴ്സ്. നമുക്ക് സ്കാനർ യൂസ് ചെയ്യാം, ക്യാമറ യൂസ് ചെയ്യാം. അല്ലാതെ ആ ക്യാമറ കൊണ്ട് മാത്രം എടുക്കുന്ന പിക്ചർ മാത്രമേ നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് ഒരു മെത്തേഡായിട്ടുള്ളൂ എന്ന് വിചാരിക്കാൻ പാടില്ല. ആ ക്യാമറ ഉപയോഗിക്കാം, സ്കാനേഴ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാം, വേറെ പല വിധത്തിലുള്ള ഡിവൈസസൊക്കെ നമുക്ക് ഉപയോഗിച്ച് റിമോട്ട് സെൻസിങ് പോസിബിൾ ആക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെൻസേഴ്സ്? എന്താണ് സെൻസറുകൾ? എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഇൻ റിമോട്ട് സെൻസിങ് ആർ കാൾഡ് സെൻസേഴ്സ്. നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? സെൻസേഴ്സ് എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് ഏതാണോ അതിനെയാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്യാമറ, സ്കാനേഴ്സ് ആർ സെൻസേഴ്സ്. ക്യാമറ, സ്കാനർ ഇതൊക്കെ സെൻസേഴ്സിന് എക്സാമ്പിളാണ്. അടുത്തത്, വാട്ട് ഈസ് പ്ലാറ്റ്ഫോം? എന്താണ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ? ദ സർഫസ് ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സഡ് ടു കളക്ട് ഡേറ്റ ഓൺ എ ജിയോഗ്രഫിക്കൽ ഏരിയ ആർ കാൾഡ് എ പ്ലാറ്റ്ഫോം. ഏത് സർഫസിലാണോ സെൻസർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്? എന്തിനാണ് സെൻസർ ഫിക്സ് ചെയ്ത്? ടു കളക്ട് ഡേറ്റ ഓൺ എ ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയെക്കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസർ നമ്മൾ ഏത് സർഫസിലാണോ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതായത് ക്യാമറ എവിടെയാണോ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതാണ് പ്ലാറ്റ്ഫോം. എക്സാമ്പിൾ ബലൂൺസ്, എയറോപ്ലെയിൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇതൊക്കെ എന്തൊരു എക്സാമ്പിളാണ്? പ്ലാറ്റ്ഫോമിന് എക്സാമ്പിളാണ്. ബലൂൺ, എയറോപ്ലെയിൻ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇതൊക്കെ പ്ലാറ്റ്ഫോമിന് എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോം ദാറ്റ് ആർ അവൈലബിൾ ആൻഡ് ലിസ്റ്റ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൻ്റെ റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്? ബലൂൺസ്, എയറോപ്ലെയിൻസ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തത്, ക്ലാസിഫൈ റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്ത് റിമോട്ട് സെൻസിങ്ങിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? അവ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്.
based on platforms that are used for collecting information on geographical area. ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്ത് റിമോട്ട് സെൻസിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3. റിമോട്ട് സെൻസിങ്ങിന് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്, ഏരിയൽ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഏതൊക്കെയാണ്? ടെറസ്ട്രിയൽ, ഏരിയൽ, സാറ്റലൈറ്റ് എന്നിങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തിനെ? റിമോട്ട് സെൻസിങ്ങിനെ. എന്തിനെ ബേസ് ചെയ്ത്? പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്ത്. പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ റിമോട്ട് സെൻസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് നമ്മൾ എവിടെയാണോ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്ത് റിമോട്ട് സെൻസിങ്ങിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്, ഏരിയൽ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഈ 3 റിമോട്ട് സെൻസിങ്ങിൻ്റെയും പിക്ചറാണ് ദാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ടെറസ്ട്രിയൽ, രണ്ടാമത്തത് ഏരിയൽ, മൂന്നാമത്തത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെ ഡിവൈസസ് ആണ് ആ റിമോട്ട് സെൻസിങ്ങിന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് റിമോട്ട് സെൻസിങ്ങിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ നോക്കിയോളൂ, ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്. ഇതാണ് നോട്ട് കേട്ടോ. അപ്പോൾ ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് ഇസ് ദ മെത്തേഡ് ബൈ വിച്ച് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ കോപ്പീഡ് യൂസിങ് ക്യാമറാസ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ. നമ്മൾ ക്യാമറ ഉപയോഗിച്ച് ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പകർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് ഇസ് ദ മെത്തേഡ് ബൈ വിച്ച് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ കോപ്പീഡ്. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ കോപ്പി ചെയ്യുന്നു യൂസിങ് ക്യാമറാസ്. എന്തുപയോഗിച്ചു? ക്യാമറ ഉപയോഗിച്ച്. എവിടെ നിന്ന്? ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ, അതായത് ഭൂമിയിൽ നിന്നുകൊണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തത് രണ്ടാമത്തത് ഏരിയൽ റിമോട്ട് സെൻസിങ്. ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ പിക്ചറിൽ എന്തിനാണ് കാണിച്ചിരുന്നത്? ഒരു എയറോപ്ലെയിൻ ആണ് കാണിച്ചത് അല്ലേ? അപ്പോൾ ഏരിയൽ റിമോട്ട് സെൻസിങ് ഇസ് ദ മെത്തേഡ് ബൈ വിച്ച് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ആർ കോപ്പീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ക്യാമറ ഫിക്സഡ് ഓൺ ആൻ എയറോപ്ലെയിൻ. ഇവിടെയും നമ്മളൊരു ജിയോഗ്രഫിക്കൽ ഏരിയയുടെ ഫോട്ടോസ് അല്ലെങ്കിൽ പിക്ചർ നമ്മൾ കോപ്പി ചെയ്യുന്നു. എന്തുപയോഗിച്ച്? ക്യാമറ ഉപയോഗിച്ച്. എവിടെ നിന്ന്? ഓൺ ആൻ എയറോപ്ലെയിനിൽ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയുടെ പിക്ചർ കോപ്പി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. എന്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ? സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഇൻഫർമേഷൻ ഓൺ ജിയോഗ്രഫിക്കൽ ഏരിയാസ് ക്യാൻ ബി കളക്റ്റഡ് യൂസിങ് പ്ലാറ്റ്ഫോം ഫിക്സഡ് ഓൺ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇവിടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഫോർ റിമോട്ട് സെൻസിങ് ഇൻ ദ മോഡേൺ വേൾഡ്. ആധുനിക ലോകത്തിൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ സാധ്യതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ്, കാലാവസ്ഥാ പഠനത്തിന്. ഫോർ സ്റ്റഡീസ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ടറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. ടു അണ്ടർസ്റ്റാൻഡ് ദ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളുടെ അവൈലബിലിറ്റി മനസ്സിലാക്കുന്നതിന്. To collect information about areas affected by natural calamities like drought, flood, etc. ഈ പ്രകൃതി ദുരന്തങ്ങളായ വരൾച്ച, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം എന്നിവ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടു കളക്ട് ഡേറ്റ ഫോർ മാപ്പ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ഓഷ്യൻ എക്സ്പ്ലറേഷൻസ്, സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ട്. ഫോർ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദ ലാൻഡ് യൂസ് ഓഫ് ആൻ ഏരിയ, ഒരു ഏരിയയിലുള്ള ലാൻഡിൻ്റെ യൂസേജ് എത്രത്തോളമാണ് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ പലവിധ പോസിബിലിറ്റീസാണ് റിമോട്ട് സെൻസിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം? GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, GIS. GISൻ്റെ ഫുൾ ഫോം എന്താണ്? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ്? The information on geographical areas can be collected using methods like map reading and remote sensing and make products like maps, graphs and tables. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? The information on geographical area, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ, ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏരിയയുടെ ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാം. എങ്ങനെ? മാപ്പ് റീഡിങ്ങിലൂടെ കളക്ട് ചെയ്യാം, പിന്നെ റിമോട്ട് സെൻസിങ്ങിലൂടെ കളക്ട് ചെയ്യാം. ആൻഡ് മേക്ക് പ്രോഡക്ട്സ് ലൈക്ക് മാപ്സ്, ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ്. പിന്നെ പ്രോഡക്ട്സ് ആയിട്ടുള്ള മാപ്പ്, ഗ്രാഫ്, ടേബിൾസ് ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഒരു ഏരിയയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. A software based on computer technology is used to make such products after analyzing geographical information. ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജി ഉണ്ട്, അത് യൂസ് ചെയ്യുന്നു. എന്തിനാണ്? ടു മേക്ക് സച്ച് പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മേക്ക് ചെയ്യാൻ വേണ്ടി. അതായത് മാപ്പ്, ഗ്രാഫ്, ടേബിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്.
എങ്ങനെയാണ് ആഫ്റ്റർ അനലൈസിങ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ, ആ ഭൂമിയിലുള്ള പ്രദേശത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്നോളജിയാണ്, ദിസ് ടെക്നോളജി ഈസ് നോൺ ആസ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ടെക്നോളജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ GIS എന്താണെന്നുള്ളത്. അടുത്തത് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ GISന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വർക്കിംഗ് ഓഫ് GIS അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓരോ ഘട്ടങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളത് ഇപ്പുറത്തോട്ട് എഴുതിയിട്ടുണ്ട്, കറക്റ്റായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് വായിക്കാം. ഒന്നാമത്തത് കളക്ട്സ് ഡാറ്റ ഫ്രം മാപ്സ്, സാറ്റലൈറ്റ് ഇമേജസ്, ഏരിയൽ ഇമേജസ്, ടേബിൾസ്, ഗ്രാഫ്സ്, സർവേ എക്സെട്ര. നമ്മൾ മാപ്പിൽ നിന്നും, സാറ്റലൈറ്റ് ഇമേജിൽ നിന്നും, ഏരിയൽ ഇമേജിൽ നിന്നും, ടേബിളിൽ നിന്ന്, ഗ്രാഫിൽ നിന്ന്, പിന്നെ സർവേയിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് അനലൈസ് ദ ഇൻഫർമേഷൻ യൂസിങ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ. GIS സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഈ കിട്ടിയ ഇൻഫർമേഷന് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. 3 കൺവേർട്ട്സ് മാപ്പ്, ഗ്രാഫ്സ്, ടേബിൾസ് ആൻഡ് 3 ഡയമെൻഷണൽ മോഡൽസ് ആസ് പ്രോഡക്ട്സ്. ഈ പറയുന്ന മാപ്പ്, ഗ്രാഫ് അല്ലെങ്കിൽ ടേബിൾസ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ മോഡൽസ് ഇതിനെയൊക്കെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു, പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 4 യൂസർ യൂസസ് ദ പ്രോഡക്ട്സ്. യൂസർ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. ഇത്രയാണ് GISന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. മനസ്സിലായോ? സ്റ്റേജസ് ഓഫ് GIS സോഫ്റ്റ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം? GISന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, അതാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം പഠിക്കേണ്ട, എന്നാലും ഒരു 5-6 എണ്ണമൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 1 ഇൻഡസ്ട്രി, വ്യവസായങ്ങൾ ഉപയോഗിക്കുന്നു. ട്രേഡ്, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, അഗ്രികൾച്ചർ, പ്ലാനിംഗ്, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വെച്ചാൽ ദുരന്ത നിവാരണം. പിന്നെ ടൂറിസം, റിസോഴ്സ് മാനേജ്മെൻറ്റ്, അർബൻ പ്ലാനിംഗ്, എമർജൻസി സർവീസസ്, പബ്ലിക് ഹെൽത്ത്, ക്ലൈമറ്റ്, കൊമേഴ്സ്യൽ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ GIS ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് വാട്ട് ഈസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം? എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം? GPS. എന്താണ് GISന്റെ ഫുൾ ഫോം? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ് GIS. എന്നാൽ GPS ആണെങ്കിലോ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS is the technology that helps us to identify the latitudinal and longitudinal location and altitude of an object on the surface of the earth. എർത്തിൻ്റെ സർഫസിൽ ഏതൊരു പ്ലേസിലാണോ ഒരു ഒബ്ജക്റ്റ് വച്ചിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡൽ ലോങ്ജിറ്റ്യൂഡിനൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ, ലാറ്റിറ്റ്യൂഡൽ ലൊക്കേഷനും ലോങ്ജിറ്റ്യൂഡിനൽ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് ആൻഡ് ആൾട്ടിറ്റ്യൂഡൻ ഓഫ് ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഉയരം ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, സർഫസിൽ എത്ര ഉയരത്തിലാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് GPS നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്താണ് GPS എന്ന് പറഞ്ഞാൽ? GPS ഈസ് ദ ടെക്നോളജി ദാറ്റ് ഹെൽപ്സ് അസ് ടു ഐഡൻറ്റിഫൈ. GPS എന്ന് പറഞ്ഞ ടെക്നോളജി നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു? ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ജിറ്റ്യൂഡിനൽ ലൊക്കേഷൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷനും ലോങ്ജിറ്റ്യൂഡിനൽ ലൊക്കേഷനും ആൻഡ് ആൾട്ടിറ്റ്യൂഡ്, പിന്നെ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഉയരം, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്തിൻ്റെ സർഫസിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആൾട്ടിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ജിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇഫ് ഇറ്റ് ഈസ് എ മൂവിങ് ഒബ്ജക്റ്റ്, ഇനിയിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു സ്ഥലത്ത് വച്ച കാര്യമാണ് പറയുന്നത്. ഇനി അതൊരു മൂവിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിലോ ഇറ്റ്സ് ലൊക്കേഷൻ, ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്, ഇറ്റ്സ് സ്പേസ് ആൻഡ് ദ ടൈം ക്യാൻ ബി ആക്യുറേറ്റ്ലി കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ടെക്നോളജി. ഇനി ഒരു മൂവിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ GPS ഉപയോഗിച്ച് എന്തൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് ലൊക്കേഷൻ, അതിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന്, പിന്നെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്, അത് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണത് എന്നുള്ളത്, ഇറ്റ്സ് സ്പേസ്, ഇതിൻ്റെ വേഗത അല്ലെങ്കിൽ ഇറ്റ്സ് സ്പീഡ് എന്ന് പറഞ്ഞാലും മതി, ഇറ്റ്സ് സ്പീഡ്, ആൻഡ് ദ ടൈം ക്യാൻ ബി ആക്യുറേറ്റ്ലി കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ടെക്നോളജി. പിന്നെ അതിൻ്റെ ആ ടൈമും ഒക്കെ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് കൃത്യതയോടുകൂടി നമുക്ക് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് ടെക്നോളജി? GPS എന്നാണ്. അടുത്തത് ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് പർപ്പസസ് ഫോർ വിച്ച് GPS ഈസ് യൂസ്ഡ് ഇൻ ഡേ ടു ഡേ ലൈഫ്. ഡേ ടു ഡേ ലൈഫിൽ GPS നമ്മൾ വ്യത്യസ്ത പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന്. 1 ഇൻ പോലീസ് വെഹിക്കിൾസ് ആൻഡ് ആംബുലൻസസ്. പോലീസ് വെഹിക്കിൾസിലും ആംബുലൻസിലും നമ്മൾ GPS ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ഫിഷിംഗ് ബോട്ടിൽ നമ്മൾ GPS ഉപയോഗിക്കുന്നുണ്ട്. ഇൻ റെയിൽ, റോഡ് ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. റെയിൽ ട്രാൻസ്പോർട്ടിൽ, റോഡ് ട്രാൻസ്പോർട്ടിൽ, പിന്നെ
എയർ ട്രാൻസ്പോർട്ടിൽ ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? GPS ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ, ദുരന്ത നിവാരണത്തിൽ, അതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? GPS ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ഡാറ്റ കളക്ഷൻ ആൻഡ് സ്റ്റഡി ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടും പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? GPS ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും GPS ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പലവിധ പർപ്പസസ്